السلام عليكم ورحمة الله وبركاته. من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. فمن الناس من يقول ربنا آتنا في الدنيا حسنة وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا والله سريع الحساب. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, വസിയത്ത് ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല തൃപ്തിപ്പെടും വിധം ദുനിയാവിനെ ഉപയോഗപ്പെടുത്താനും ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞ അള്ളാഹുവിൻ്റെ കോടതിയിലേക്കുള്ള യാത്ര അള്ളാഹു തൃപ്തിപ്പെടും വിധം മരണപ്പെട്ടു പോകാൻ അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വിവിധങ്ങളായ രോഗങ്ങളാൽ പരീക്ഷിക്കപ്പെട്ട നിരവധി ആളുകൾ ഭൂമുഖത്തുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ തേടി വരുന്ന വിവിധങ്ങളായ പരീക്ഷണങ്ങൾ അള്ളാഹു നമ്മിൽ നിന്നെല്ലാം മാറ്റി നമുക്കെല്ലാം സമാധാനവും സന്തോഷവും അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മളെല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു കാര്യം ദുനിയാവിനെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ദുനിയാവ് നേടാനാണ്. സത്യത്തിൽ ഒരു സത്യവിശ്വാസിയുടെ ജീവിതം എപ്പോഴും അവൻ പ്രാർത്ഥിക്കേണ്ടത് മരണം നന്നാകുവാനും അവൻ്റെ ഖബർ ജീവിതം സംശുദ്ധമാവാനും അവൻ്റെ പരലോകത്ത് റബ്ബിൻ്റെ കോടതിയിൽ പ്രയാസമില്ലാതെ സ്വർഗം പോകാനും അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് എപ്പോഴും മനുഷ്യന്മാർ പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ നമ്മളൊക്കെ നമസ്കാര ശേഷവും ഉംറക്കും ഹജ്ജിനൊക്കെ പോകുമ്പോഴും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കാനുള്ളത് നമ്മുടെ മരണമോ നമ്മുടെ പരലോകമോ അല്ല. നമ്മളുടെ കച്ചവടം, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ഭൗതിക സൗകര്യങ്ങൾ ഇതെല്ലാം അനുഗ്രഹീതമായി തീരാനാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. അതൊരു വിശ്വാസിയുടെ അടയാളമല്ല, അത് പരലോകം നഷ്ടപ്പെടുന്നത്. നമ്മളിപ്പം നമസ്കരിച്ചാലും ഹജ്ജ് ചെയ്താലും ഉംറ നിർവഹിച്ചാലും ഒക്കെ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും ദുനിയാവിന് വേണ്ടിയാണ്. എങ്കിൽ പരലോകം നഷ്ടപ്പെട്ടവരാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ നമ്മെ ഉത്ബോധിപ്പിച്ച ഒരായത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. ആയത്തിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്കൊന്ന് കേൾക്കാം. ഫമിനന്നാസി, മനുഷ്യരിലുണ്ട്, മൻ, ചിലർ, യഖൂലു, അവർ പ്രാർത്ഥിക്കും, എപ്പോഴും പ്രാർത്ഥിക്കും, റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ പടച്ചോനെ എല്ലാ ഭൗതിക സൗകര്യങ്ങളും നൽകണേ. ആരോഗ്യം വേണം,
നല്ല മക്കൾ വേണം, നല്ല ഭാര്യ വേണം, നല്ല കച്ചവടം വേണം, നല്ല വാഹനം വേണം, നല്ല വീട് വേണം. ദുനിയാവിലെല്ലാം ഒന്നും കുറയാതെ വേണം. പക്ഷേ നമ്മളുടെ മനസ്സ് ഇന്ന് വരെ നമ്മുടെ മരണത്തിലേക്കോ നമ്മുടെ പരലോകത്തിലേക്കോ നമ്മൾ എത്തിയിട്ടില്ല. ഈ ദുനിയാവിൽ തന്നെ കിടന്ന് കളിക്കുകയാണ്. അത് അള്ളാഹു തന്നെ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുക്കാൻ വേണ്ടി വിളിച്ചാൽ ആ സാക്കൽത്തുമില്ലാൽ ഭൂമിയോട് ഒട്ടിച്ചേർന്ന് ഇഴകിച്ചേർന്ന് നിൽക്കാനാണ് മനുഷ്യന്മാർ തൃപ്തിപ്പെടുക. എന്നിട്ട് അള്ളാഹ് ചോദിക്കാൻ അങ്ങനെ ജീവിക്കുന്നവരോട്, ആ റലീത്തും ബിൽ ഹയാത്തി ദുനിയ, ഇഹലോക ജീവിതം കൊണ്ട് തൃപ്തിപ്പെടുകയാണോ? ആ റലീത്തും ബിൽ ഹയാത്തി ദുനിയ, നീ ഇഹലോക ജീവിതം കൊണ്ട് തൃപ്തിപ്പെടുകയാണോ? വല്ലാത്തൊരു ചോദ്യം അത്. എന്തായിരുന്നാലും നമ്മൾ അങ്ങനെ ആവരുത്. നമ്മളെപ്പോഴും മുൻഗണന കൊടുക്കേണ്ടത് പരലോകത്തിനായിരിക്കും. നമ്മുടെ പ്രാർത്ഥനയിലേറെ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ മരണം നന്നാവാൻ. നമ്മുടെ ഭൗതികമായ സൗകര്യങ്ങളും സുഖങ്ങളുമൊക്കെ അള്ളാഹു നമ്മൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും നമുക്ക് കതറാക്കി തരും, നൽകും. എന്നാൽ നമ്മുടെ മരണവും നമ്മുടെ പരലോകവും നമ്മളെപ്പോഴും നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് അള്ളാഹ് പറയാണ്, ഫമിനന്നാസി, മനുഷ്യരിലുണ്ട് മൻ, ചിലർ യഖൂലു, അവർ എപ്പോഴും പ്രാർത്ഥിക്കുക, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, ദുനിയാവിലെ ഭൗതിക സൗകര്യങ്ങൾ നന്നാക്കി തരണം. എന്നാൽ അള്ളാഹ് പറയാം, വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് ഭാഗ്യത്തിൻ്റെ ഓരോ ഓഹരി ഉണ്ടാവില്ല. നമ്മൾ അറിഞ്ഞ് പ്രാർത്ഥിക്കുകയല്ലേ. നമുക്കെപ്പോഴും തൽക്കാലമുള്ളൊരു ലോകത്താണ് നമ്മളുടെ. അപ്പം നമുക്ക് അപ്പപ്പുണ്ടാകുന്ന പ്രയാസങ്ങൾ നീങ്ങാനാണ്. നമ്മളുടെ കച്ചവടം മോശമാകുമ്പോൾ അതിനെപ്പറ്റി പ്രാർത്ഥിക്കും. നമ്മുടെ മക്കൾ മോശമാകുമ്പോൾ മക്കൾ നന്നാവാൻ പ്രാർത്ഥിക്കും. അതൊക്കെ നമുക്ക് വേണം. പക്ഷെ അതൊക്കെ അതിൻ്റെ കൂടെ എന്ത് വേണം? മുൻഗണന കൊടുക്കേണ്ടത്. അത് അല്ലാഹ് ഖുർആനിൽ മുഹമ്മദ് നബിയോട് പറഞ്ഞു, വലല്ലാഖിറത്തു ഖൈറുൻ ലക മിനൽ ഊല, ഇഹലോകത്തേക്കാൾ പ്രാധാന്യം മുഹമ്മദെ നീ പരലോകത്തിന് കൊടുക്കണം. മുഹമ്മദ് നബിയോടാണ് പറഞ്ഞു. അപ്പം നമ്മളും എപ്പോഴും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് പരലോകവും നമ്മുടെ മരണം ഒക്കെ നന്നായി തീരാനാണ്. മറ്റേത് നിങ്ങൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും അള്ളാഹുവിൻ്റെ ഖദർ പ്രകാരം തരും. മനസ്സിലായോ? അത് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹു ഒരിക്കലും കുറക്കൂല. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് അകന്നാലോ ഒരുപാട് തരും. നിങ്ങൾക്ക് പള്ളിയും ദീനും ഒന്നുമില്ല, അങ്ങനെ നിങ്ങളുടെ തന്നിഷ്ടത്തിന് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു ദുനിയാവ് ഇഷ്ടം പോലെ തരും. ഒരിക്കലും അത് കുറക്കൂല. അത് നമ്മൾ നോക്കാം, ഒന്ന് പരിശോധിച്ച് നോക്കുക എങ്ങനെ അള്ളാഹ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഇപ്പം എന്താ? സൂറത്തുൽ ബഖറയിൽ അള്ളാഹ് പറഞ്ഞത്, മനുഷ്യന്മാർ ഇഹലോകം ഭൗതിക ലോകത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അത്തരം ആളുകൾക്ക് പരലോകത്ത് അല്ലാഹു ഒരു ഭാഗ്യത്തിൻ്റെ ഓഹരിയും കൊടുക്കൂല. എന്നാലോ തുടർന്നല്ല പറയാണ്, ഒമിൻഹും, എന്നാൽ മനുഷ്യരിൽ അവരിൽ കുറച്ച് ആൾക്കാരുണ്ട്, മൻ യഖൂലു, അവർ പ്രാർത്ഥിക്കും, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ ഭൗതിക ലോകവും തരണം, ഒഫിൽ ആഖിറ, പരലോകവും തരണം, ഒഫിൽ ആഖിറത്തി ഹസന, രണ്ട് ലോകവും പടച്ചോനെ ഖൈറാക്കി തരണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ പറ്റിയുള്ള അത് മാത്രമല്ല അവർ പറയുന്നത്, വഖിന അദാബന്നാർ, പരലോകത്ത് ചെല്ലുമ്പോൾ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. അതാണ് അവരുടെ പ്രാർത്ഥന. നോക്കുമ്പോൾ ദുനിയാവിനെ പറ്റി ചോദിച്ചപ്പോൾ ഒരു ഹസനത്ത് മാത്രം, പരലോകത്തെ പറ്റി ചോദിച്ചപ്പോഴോ രണ്ട് കാര്യം. എന്താ? ഒഫിൽ ആഖിറത്തി ഹസന, ഉടൻ തന്നെ വഖിന അദാബന്നാർ, നരകശിക്ഷയിൽ രക്ഷിക്കണം. രണ്ട് പ്രാർത്ഥന പരലോകത്തിന്. ദുനിയാവിന് ഒന്നുള്ളൂ. ദുനിയാവ് നമ്മൾ പ്രാർത്ഥിച്ചാലില്ലെങ്കിൽ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ആ നിലക്ക് ചിന്തിക്കണം കേട്ടോ. എന്നിട്ട് അല്ലാഹ് പറയാം, ഉലായിക ലഹും നസീബും മിമ്മാ കസബു, അവർ അധ്വാനിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹു കൊടുക്കും. വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു വളരെ പെട്ടെന്ന് വിചാരണ നടത്തുന്നതാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ചെയ്ത പ്രവർത്തനങ്ങൾ പരലോകത്തെത്തുമ്പോൾ വളരെ പെട്ടെന്ന് വിചാരണ നടത്തി നരകത്തിലേക്കും സ്വർഗ്ഗത്തിലേക്കും ഒക്കെ അള്ളാഹു ആക്കും. അപ്പം അതുകൊണ്ട് എപ്പോഴും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് ദുനിയാവിൻ്റെ കാര്യമല്ല. ദുനിയാവിൻ്റെ കാര്യം പ്രാർത്ഥിച്ചോളൂ, സമാധാനത്തിന് വേണ്ടി, മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. പരലോകത്തിൻ്റെ കാര്യം മനസ്സമാധാനമല്ല, യാത്ര മനോഹരമാവണം, അതിന് വേണ്ടി കേട്ടോ. അപ്പം നമുക്ക് എന്ത് വേണം? എപ്പോഴും നമ്മുടെ ധനം എന്നും പറഞ്ഞ് നടക്കണ്ട. ദുനിയാവ് എന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ ഓടണ്ട. അത് നിങ്ങൾ അതിൻ്റെ പിന്നാലെ ഓടുമ്പോൾ അത് നിങ്ങളെയും വിട്ടോടും. നിങ്ങൾ അതിനെ വിട്ടോടിയാൽ അത് നിങ്ങളെ പിന്നാലെ ഓടും. അതാണ് ദുനിയാവ്. അതാണ് റസൂൽ പറഞ്ഞു, യഖൂലുൽ അബ്ദു, ചില മനുഷ്യന്മാർ പറയും, മാലി മാലി, എൻ്റെ പണം. നേരം വെളുത്താ തുടങ്ങുക, കണ്ണ് തുറന്നാൽ മാലി എന്നാ പറയാം. വേറെ തസ്ബീഹ് ഒന്നും ഉണ്ടാവില്ല, മാലി. എന്നിട്ട് അല്ലാഹ് പറയാം, വൈന്നമാലഹു മിൻ മാലിഹി സലാസ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അവൻ്റെ ജീവിതത്തിൽ അവൻ എത്ര സമ്പാദിച്ചാലും 3 കാര്യങ്ങൾ മാത്രമേ അവനുണ്ടാവുള്ളൂ.
അവൻ്റേതായിട്ട് 3 കാര്യം ഉണ്ടാവില്ല. എത്ര ഭൂസ്വത്ത് സമ്പാദിച്ചാലും മരിച്ചു പിരിയണവരെ റസൂലുള്ള പറയാണ്, അവൻ 3 കാര്യത്തിൽ ഒന്നെന്താ, മാ അക്കല ഫാഫിന, എത്ര തിന്നു തീർത്തോ അത്, ഭക്ഷണം കഴിച്ചത് അത് അവൻ്റെതാ, അല്ലാണ്ട് വേറെ ധനം നിനക്കില്ല. മരിക്കുന്നത് വരെ തിന്നത്. ഔ ലബിസ ഫാബുല, വസ്ത്രം ധരിച്ചു, ഫാബുല അത് ദ്രവിച്ചു. അപ്പം നീ ധരിച്ചു ദ്രവിപ്പിച്ച വസ്ത്രങ്ങൾ അത് നിൻ്റേതാണ് മരണം വരെ. ഔ അഴുത്ത ഫക്തന, അല്ലെങ്കിൽ നീ സദക്ക കൊടുത്തു, ഫക്തന എന്നുള്ളത് അതുകൊണ്ട് നീ ശേഖരിച്ചു വെച്ചു. 3 സ്വത്താപ്പ് പറഞ്ഞ്, ഒന്ന് തിന്നു തീർത്തു, മറ്റൊന്ന് ധരിച്ചു തീർത്തു, മറ്റൊന്ന് നേടിയതിൽ നിന്ന് സമ്പത്ത് സദക്ക കൊടുത്ത് പരലോകത്തേക്ക് ശേഖരിച്ചു വെച്ചു. ഇതാണ് ഒരു മനുഷ്യൻ്റെ. ഇതിൽ ഏറ്റവും കൂടുതൽ ഒമാ സീവാദാലിക്ക, അതല്ലാത്തതൊക്കെ ഫഹുവ ദാഹിബുൻ വ താരിഖുഹു ലിന്നാസ്, അതല്ലാത്തതിൻ്റെ സമ്പത്തൊക്കെ നീ ദുനിയാവിൽ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തുകൊണ്ടാണ് നീ പോവുക, നിൻ്റേതല്ല അത്. അപ്പോൾ ആകെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ സമ്പാദിക്കുന്ന സ്വത്തിൽ അവൻ അതുവരെ ധരിച്ച, അതുവരെ തിന്ന, അതുവരെ ദാനം നിറവ് നിർവഹിച്ച അതൊക്കെ അവനക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ഇതാ മാത്തൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരിച്ചാൽ ഇൻകത്ത അമലുഹു കുല്ലുഹു, അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിന്നു, ഇനിയൊന്നുമില്ല. ഇനി എന്താണുള്ളത്, ഇല്ലാമിൻ സലാസ്, 3 കാര്യങ്ങൾ ഒഴികെ. 3 കാര്യം ഓൻ്റെ കൂടെ ഉണ്ടാവും, മയ്യത്തിൻ്റെ കൂടെ, ബാക്കിയൊക്കെ മുറിഞ്ഞു പോയി. അതേതാ 3 ഒന്ന് സദക്കത്തുൻ ജാരിയ, നിലനിൽക്കുന്ന ദാനധർമ്മം. അതെന്തൊക്കെ നിലനിൽക്കുന്ന ദാനധർമ്മം? ഇപ്പം പള്ളി ഉണ്ടാക്കി കൊടുത്തു, പള്ളിയിൽ മുസ്ലിഫ് വാങ്ങി കൊടുത്തു, ഞാൻ ഉദാഹരണം പറയാട്ടോ. അല്ലെങ്കിൽ ഒരാൾക്ക് വഴി വിട്ടുകൊടുത്തു, ഒരു കുടുംബത്തിന് യാത്ര ചെയ്യാൻ സൗകര്യത്തിന് വഴി വിട്ടുകൊടുത്തു. അല്ലെങ്കിൽ ഒരാൾക്കൊരു കിണർ കുഴിച്ചു കൊടുത്തു, ആ കിണറിൽ വെള്ളമുള്ള കാലത്തോളം, അത് ഉപയോഗിക്കും കാലം, ആ മുസ്ലിഫ് ആരൊക്കെയാണോ ഓതുന്നത് ആ ഓതുന്ന കാലത്തോളം, ആ പള്ളിയിൽ ആരൊക്കെയാണോ നമസ്കരിക്കുന്ന കാലത്തോളം അയാളുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം പോകും. അതാണ് സദക്കത്തുൻ ജാരിയ. മറ്റൊന്നോ ഔ വലദിൻ സാലിഹ്, അല്ലെങ്കിൽ സാലിഹായ മക്കൾ. നോക്കണം നിങ്ങൾ, അവിടെ റസൂൽ ഉപയോഗിച്ചത് വലദിൻ യദൂലഹു എന്നല്ല, പ്രാർത്ഥിക്കുന്ന മക്കൾ എന്നല്ല. നിങ്ങൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. അതും എങ്ങനത്തെ മക്കൾ? വലദിൻ സാലിഹ്, സൽക്കർമ്മികളായ, അള്ളാഹനെ ഇഷ്ടപ്പെടുന്ന മക്കൾ. അവരുടെ പ്രാർത്ഥന അത് അള്ളാഹു സ്വീകരിക്കും. യദൂലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മളൊന്നും നമ്മളുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ പേര് കേൾക്കുമ്പോൾ പോലും മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. ഉമ്മ അപ്പ എന്ന് പറയുമ്പോഴും ഉണ്ടാവുമല്ലോ, ഓഫറല്ലാ ഓഫറല്ലാ, അല്ല പുറത്തു കൊടുക്കട്ടെ കണ്ടേ. അറബികളൊക്കെ അവരുടെ മാതാപിതാക്കളുടെ പേര് പറയുമ്പോഴേക്കും ഓഫറല്ലാ കണ്ണീരോടുകൂടി പറയും. എന്താ കാരണം? അല്ല പുറത്തു കൊടുക്കട്ടെ. നമുക്കൊരു ബന്ധുവില്ല. നമ്മൾ വല്ലപ്പോഴും എൻ്റെ ബാപ്പ അല്ലെ എൻ്റെ ഉമ്മ എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയോ പഴയ ഓർമ്മകൾ വരികയോ ഇവിടെ കഷ്ടപ്പാട് അനുഭവിക്കുകയോ ചെയ്യുമ്പോൾ വേണമെങ്കിൽ പ്രാർത്ഥിക്കും. പിന്നെ ചിലവർ ടൈപ്പ് ചെയ്ത് വെച്ച് പ്രാർത്ഥന ഉണ്ട്. നിസ്കാരം കഴിഞ്ഞാൽ റബ്ബി റഹ്മുമാ കമാ റബ്ബയാനി സഹീർ, അത് കൽബ് തട്ടിയല്ല, അത് മൂപ്പരികൻ്റെ ആർക്കുണ്ടാ. ഉമ്മ ബാപ്പ എന്നൊക്കെ പറയുന്നത് കൽബിൻ്റെ അകത്തുണ്ടാവണം. അതാണ്, അങ്ങനെ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഓൻ്റെ മരിച്ചാലും ആ പ്രാർത്ഥന മക്കൾക്ക് കിട്ടും. മക്കളുടെ പ്രാർത്ഥന നമ്മൾ ഖബറിൽ മയ്യത്ത് വെക്കുമ്പോഴേ ആ ഖബറിലേക്ക് ഓഫറല്ലാ എൻ്റെ ഉപ്പാക്ക് പഠിച്ചോനെ നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഖബറിലേക്ക് നരകത്തിൻ്റെ ശിക്ഷ വന്നടുക്കുമ്പോൾ ആ മനുഷ്യന് ഈ പ്രാർത്ഥന, ഈ കുട്ടിയുടെ പ്രാർത്ഥന അനുഗ്രഹീതമാവും. നമ്മളുടെ മാതാപിതാക്കൾ, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ ആ പ്രാർത്ഥനയുടെ പ്രതിഫലം അയാൾക്ക് ഭയങ്കര ആശ്വാസ ഖബറിൽ കേട്ടോ, മറക്കണ്ട. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി ഇതായിരിക്കണം. വിശുദ്ധ ഖുർആനൊക്കെ അങ്ങനെയല്ലേ പറഞ്ഞത്. ഞാൻ അപ്പം അതിലേക്ക് കിടക്കാൻ നേരില്ല. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? 3 കാര്യമല്ലാത്തതൊക്കെ ഒഴിച്ചിട്ട് പോകും. അപ്പോൾ ഒന്നിപ്പോൾ എന്താ പറഞ്ഞത്? ഒന്ന് നമ്മൾ പറഞ്ഞു, ഈ മനുഷ്യൻ മരിക്കുമ്പോൾ സദക്കത്തുൻ ജാരിയ, നിലനിൽക്കുന്ന ദാനധർമ്മം. ഇപ്പം നമ്മൾ ചിലർക്കൊക്കെ 10 റുപ്യയും 5 റുപ്യ കൊടുക്കുന്ന അതൊക്കെ സദക്ക വേറെ. നിലനിൽക്കുന്ന, അതായത് നിങ്ങൾ മരിച്ചാലും ഇവിടെ നിൽക്കുന്ന അതിൽപ്പെട്ട ദാനാണെന്ത്? ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, പള്ളിയിൽ മുസ്ലിം കൊടുക്കുക, പള്ളിയിൽ നമസ്കരിക്കാനുള്ള സൗകര്യം ചെയ്യുക, അല്ലെങ്കിൽ പള്ളി ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയുള്ള അതിനൊക്കെ ചെയ്യുന്ന ദാനധർമ്മം. ആ പള്ളി നിങ്ങളെ പണം കൊണ്ട് പള്ളി എത്ര കാലം നടക്കുന്നുവോ അത്രയും കാലം ഖബറിൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. അതൊക്കെയാണ് സദക്കത്തുൻ ജാരിയ. പിന്നെ വലതുൻ സാലിഹ്, സൽക്കർമ്മിയായ കുട്ടിയുടെ യദൂലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതപ്പം നമ്മൾ പറഞ്ഞു. ഇനി 3-മത്തത്, നമ്മൾ മരിക്കുമ്പോൾ, നമ്മൾ മരിച്ചാലും നമ്മളിലേക്ക് വരുന്ന പ്രതിഫലം
ഔ ഇൽമിൻ, അല്ലെങ്കിൽ വിജ്ഞാനം. നിങ്ങളൊരു ആർക്കൊരു അറിവ് കൊടുത്തു. യുൻതഫൗ ബി, ഉപകാരപ്രദമായ ഒരു അറിവ് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതിൻ്റെ പ്രതിഫലം മരിച്ചാലും വരും. ഇപ്പോൾ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മദ്ഹബിൻ്റെ അയിമ്മത്തുൽ അർബകൾ അവരൊക്കെ എത്രയെ പഠിപ്പിച്ച ലോകത്തല്ലേ, അവർക്കൊക്കെ എത്ര പ്രതിഫലം പോവുക. അതുപോലെ എത്ര പണ്ഡിതന്മാർ സമൂഹത്തിന് നന്മ നിറഞ്ഞ ഉപകാരം നിറഞ്ഞ വിജ്ഞാനം നൽകുന്നു. നിങ്ങളൊക്കെ നൽകുന്നു. നിങ്ങൾ ഇവിടുന്ന് കേൾക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടുന്നോ കേൾക്കുന്നു, കേട്ട വിവരം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് മരിച്ചാലും കിട്ടും. ഉപദേശിക്കുന്ന കാര്യം നന്മ നിറഞ്ഞതായിരിക്കും, അള്ളി റസൂലും പഠിപ്പിച്ചായിരിക്കണം. വെറുതെ വായിട്ടലക്കരുത് കേട്ടോ. അപ്പോൾ നല്ല ഉപകാരപ്രദമായ അറിവ്, ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ദുനിയാവ് വല്ലാണ്ട് ശ്രദ്ധിക്കേണ്ട. അത് നിങ്ങൾ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളെ പിന്നാലെ വരും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നു. അള്ളാൻ്റെ റസൂലാണല്ലോ. കാണാൻ വേണ്ടി വന്നപ്പം മുത്ത് റസൂല് കിടക്കുകയാണ്. ഒരോല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ പായയിൽ നബി കിടക്കുന്നത്. ചകിരി കൊണ്ട് നിറച്ചൊരു തലയണ തലക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉമറുല്ലാഹിന് സങ്കടമായി. പക്ഷേ ഉമറുല്ലാഹിന് റസൂലിനോട് അതേക്കുറിച്ച് പറയാനോ അതിനൊരു പരിഹാരം കാണാനോ ഉമറുല്ലാഹിന് ധൈര്യം പോരാ. കാരണം റസൂലിനെ കെടുക്കുന്നത് അങ്ങനെ. എന്നിട്ടോ ശരീരത്തിൽ ഫസറത്ത്, ആ ഓലയുടെ മുടഞ്ഞുണ്ടാക്കിയ ഓലയുടെ പായയുടെ അടയാളം നബിൻ്റെ ശരീരത്തിൽ മുഴുവൻ പതിഞ്ഞിട്ട് കിടന്നു കൊടുത്തു. അങ്ങനുണ്ട് അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹിൻ്റെ ദുനിയാവാ. നമ്മളിതൊക്കെ എങ്ങനെയാ? നമ്മൾ കിടന്നാ തുള്ളണം. എങ്ങോട്ട്? കബറിലേക്കല്ല, ബാത്റൂമിലേക്ക് അല്ലേ? നമ്മൾ കിടന്ന് ഉരുളണം. അതാ നമ്മളെ തലയാണ്. ഈ പിയാപ്പിളാരൊക്കെ ഉണ്ടല്ലോ, എടുത്ത് വലിച്ചിടണമൊക്കെ. ഇതൊന്നും ഇതിൻ്റെ അകത്ത് വെച്ച് പോകരുത്. ഈ ഭാര്യ വീട്ടിൽ പോണവരോടാണ് ഞാൻ പറഞ്ഞത്. ഭാര്യ വീട്ടിൽ പോക്ക് വലിയ മുന്തിയ കാര്യമൊന്നുമല്ല, എന്നാലും പോണവരോട് പറയാം. ഭാര്യ വീട്ടുകാർ ഇവനെ കൊടുക്കാൻ വേണ്ടിയുള്ള ഈ നമ്മളുടെ എലിൻ്റെ കെണിയില്ലേ, അതേമാതിരി പോലെ തലയാണ്, ഉരുണ്ട തലയാണ്. എലിനെ പിടിക്കുന്ന ഒരു സാധനമില്ലേ, അതും ഈ തലയണി ഒരേ മാതിരിയാണ്. ഓനെ പിടിക്കാനുള്ള തലയാണ് അത്. എടുത്ത് വലിച്ചതാണ് കേട്ടോ. നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ഈമാൻ കാണിക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് റബ്ബന ആതിന ഫിദ്ദുനിയ ഫിൽ ആഖിറതി ഹസന എന്നൊക്കെ പ്രാർത്ഥിക്കാവോ? അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിന് വില ഉള്ളൂ. നമ്മളുടെ ജീവിത എല്ലാ സുഖങ്ങളും അനുഭവിച്ചിട്ട് റസൂലുള്ളാഹിൻ്റെ ചരിത്രങ്ങൾ കേൾക്കുന്നു, ജീവിതത്തിലൊന്നും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. അങ്ങനെ പോരാ. അതുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ സങ്കടത്തോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ, ദുഉല്ലാഹ്, നിങ്ങൾ അള്ളാഹിനോട് ദ്വാരക്കണം. പറയാനുള്ള മടിയോണ്ടേ, നിങ്ങൾക്ക് ഞാൻ ഇന്നെ കൊണ്ടുതരാം, നിങ്ങൾ അത് ഉപയോഗിച്ചോളി എന്ന് പറയാൻ മടിച്ചിട്ട് റസൂലുള്ളാഹിനോട് പറയാം, യാ റസൂലല്ലാഹ് ദുഉല്ലാഹ്, നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. എന്തിന്? ഫൽ യുവസ്സി അലാ ഉമ്മത്തിക്ക, നിങ്ങളുടെ ഉമ്മത്തിന്, നിങ്ങളുടെ സമൂഹത്തിന് അള്ളാഹു ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങളൊന്ന് ദ്വാരക്കണം. നിങ്ങൾക്കെന്ന് പറയണ്ട, ഞാൻ സമൂഹത്തിൽ നിന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പം ഉമറുല്ലാഹിന് പറയും ചെയ്യാം. അപ്പം എന്താ വേണ്ടത്? ഉമ്മത്തിന് ഭൗതിക സൗകര്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതെന്താ കാരണം? അതിന് ഉമറുല്ലാഹിന് കാരണം പറഞ്ഞത്, ഫൈന ഫാരിസ് അവർ റൂം, പേർഷ്യക്കാരും റോമക്കാരുമൊക്കെ കതു ഉസിയാലേയും വഹും ലാ യഅ്ബുദൂൻ, അവർക്കൊക്കെ അള്ളാഹു ഒരുപാട് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പേർഷ്യക്കാർക്കും റോമക്കാർക്കുമൊക്കെ അള്ളാഹു ഒരുപാട് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാലോ വഹും ലാ യഅ്ബുദൂൻ, അവരാകട്ടെ അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരല്ല, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടോ. അള്ളാഹുവിൽ നിന്ന് അകന്ന ആളുകൾക്ക് അള്ളാഹു ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങൾ ഉമ്മത്തിന് വേണ്ടിയിട്ട് ഭൗതിക സൗകര്യങ്ങൾ കൂടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഫഖാല, അപ്പോൾ അള്ളാഹ് റസൂല് പറയാം ഉമറുല്ലാഹിനോട്, വഫാഹാദ അൻത യബ്നുൽ ഖത്താബ്, ഖത്താബിൻ്റെ മോനെ ഉമറെ, നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലിരിപ്പ് ഇതാണല്ലേ? ഇത് ഭൗതിക സൗകര്യങ്ങൾ കൂടാൻ വേണ്ടി ഞാൻ ദ്വാരക്കണം എന്നാണ് എൻ്റെ ഉള്ളിലിരിപ്പില്ലേ? എന്നിട്ട് റസൂൽ പറഞ്ഞ വാക്ക, ഉലായിക്ക കൗമുൻ ഉജ്ജിലത്ത് ലഹുമുൽ തയ്യിബാത്തുഹും ഫിൽ ഹയാത്തി ദുനിയ, അവർ അള്ളാഹു, ആ സമൂഹം പേർഷ്യക്കാരും റോമക്കാരുമൊക്കെ അതൊരു കൗമാണ്. ഉജ്ജിലത്ത് ലഹും, അവർക്ക് അള്ളാഹു തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുന്നു. തയ്യിബാത്തുഹും ഫിൽ ഹയാത്തി ദുനിയ, എല്ലാ ഭൗതിക സൗകര്യങ്ങളും ദുനിയാവിൽ തന്നെ ആ വിഭാഗത്തിന് അള്ളാഹ് കൊടുത്തിരിക്കുകയാണ്. എന്നാലോ ലഹും ഫിദ്ദുനിയ, അവർക്ക് ഈ ഭൗതിക സുഖങ്ങളൊക്കെ ദുനിയാവിലാണെങ്കിൽ വലനൽ ആഖിറ, നമുക്ക് പരലോകത്താണ്. ഉണ്ടോ? നമുക്കിതൊക്കെ കിട്ടേണ്ടത് പരലോകത്താണ്, ഇവിടെ അല്ല.
ഇവിടെ ഇതൊന്നും വേണ്ട. റസൂലുള്ളാഹിന്റെ മറുപടി കേട്ടങ്ങൾ പിന്നെ ഉമറുല്ലാന് പറയുമോ ഞാൻ എന്തേ പുതപ്പ് കൊണ്ട് തരാം? ഇല്ല. ഞാൻ പുതക്കണ്ടെന്നോ വിരിപ്പ് ഉപയോഗിക്കണ്ടെന്നോ നല്ല ഇതൊന്നും ഉപയോഗിക്കേണ്ടതെന്നൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ല. പക്ഷേ ദുനിയാവിനേക്കാൾ പ്രാധാന്യം ആഖിറത്തിന് നമ്മളുടെ ഇതുവരെ കൽബിൽ വന്നിട്ടില്ല. അത് വരണമെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ മനസ്സിനകത്ത് നമ്മുടെ മരണത്തെക്കുറിച്ച്, അന്ത്യയാത്രയെക്കുറിച്ച്, ആരുമില്ലാത്ത ലോകത്തേക്ക് പോകൂലേ അല്ലേ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ وأنت غدا أو بعده في جوارهم وحيدا فريدا في المقابر ساويا وأنت غدا നീ ഇന്നല്ലെങ്കിൽ നാളെ എന്താവും? നിന്റെ ഖബറിലേക്കുള്ള യാത്ര നടത്തും. അതെങ്ങനെ? വഹീദൻ ഫരീദൻ, ഏകനും നിസ്സഹായനും, ആരുണ്ടാവില്ല കൂടെ, ഒറ്റക്കല്ലേ. നമുക്കറിയാലോ, കൊണ്ടാക്കി അവിടെ തരും, പിന്നെ ആരുമില്ല. നമ്മൾ നയിച്ചത് മുഴുവൻ ആർക്ക് വേണ്ടി? നമ്മളെ കൂടെ ഇല്ലാത്തവർക്ക് വേണ്ടിയാണ്. നമുക്ക് വേണ്ടി ഞാൻ പറയില്ല, ഉമ്മ ഉപ്പ എന്ന് പേര് പറഞ്ഞാൽ പോലും ദ്വാരക്കാത്ത മക്കളെ നമുക്കുണ്ടാകുക. എത്രയോ പറയുമ്പോൾ ചിലപ്പോൾ പറയും നമ്മളൊപ്പ നമ്മൾ അങ്ങനെ പോറ്റിയതാണ്, നമ്മളമ്മ അങ്ങനെ പോറ്റിയതാണെന്നൊക്കെ പറയും. പക്ഷെ ഓലെ കൽബിൽ അത് മറ്റുള്ളവരോട് പറയാനുള്ള വർത്താനാണ്. അതെന്തിനാ? നമ്മളെ ഉമ്മീപ്പിയൊക്കെ നമ്മളെ കഷ്ടപ്പെട്ട് പോറ്റിയതാണ്. പഠിച്ചോനെ അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണമെന്ന് ആർക്കുമില്ല. അവിടത്തേക്ക് എത്തണം നമ്മൾ കേട്ടോ, എന്നാലേ നമ്മളുടെ ജീവിതം വിശുദ്ധമാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലായെങ്കിൽ റോമക്കാർക്കും പേർഷ്യക്കാർക്കും ഭൗതിക ലോകം കൂടുതൽ കൊടുത്തിട്ടുണ്ട്, മുസ്ലിം ഉമ്മത്തിന് കുറവാണ്, അതുകൊണ്ട് റസൂലെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അതിനെന്താ മറുപടി പറഞ്ഞ്? നിൻ്റെ മനസ്സിൽ ഇതാണല്ലേ, അള്ളാഹു ധൃതിപ്പെട്ട് കൊടുത്തതാണെന്ത് അവർക്ക് ദുനിയാവ്. കാരണം എന്താ? അവർക്ക് പരലോകത്തൊരു ഓഹരിയില്ല. നമുക്ക് എവിടെയുള്ളത്? ലഹും ഫിദ്ദുനിയ, അവർക്ക് ദുനിയാവ് ഇവിടെയാണ്. വലന അൽ ആഖിറ, നമുക്ക് പരലോകമാണ്. അതുകൊണ്ട് അത് പ്രാർത്ഥിക്കേണ്ടതെന്നർത്ഥം ഉണ്ടാവും. ദുനിയാവിൻ്റെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം ഏറ്റവും കൂടുതൽ നമ്മളുടെ മരണം ഈമാനോടുകൂടി. അതിൻ്റെ അടയാളം എന്താ? ഒരാൾ ഈമാനോടുകൂടിയാണ് മരണപ്പെട്ടതെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ അയാളുടെ നെറ്റിത്തടത്തിൽ അറക്കുൽ ജബീൻ, നെറ്റിത്തടത്തിൽ വിയർപ്പ് കണം ഉണ്ടാവും. ആഖിറത്തിന് വേണ്ടി അധ്വാനിച്ചതിൻ്റെ വിയർപ്പ് കണം ആ മനുഷ്യൻ മരിക്കുമ്പോൾ നെറ്റിത്തടത്തിൽ ഉണ്ടാവും. അതാണ് ഒരടയാളം. മനസ്സിലായി? അപ്പോൾ ആഖിറം കൽബിലേക്ക് എപ്പോഴും വരണം. വെറും ദുനിയാവോന്നും പറഞ്ഞ് റൂം എന്നാക്കുക, വീട് എന്നാക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, മനുഷ്യന്മാർ ധനം ചെലവഴിക്കുന്നതിൽ ഏറ്റവും മോശപ്പെട്ട ധനം ഭൂമിയിൽ കുഴിച്ചിടുന്നതാണ്. എന്താ ഭൂമിയിൽ കുഴിച്ചിടുന്നതെന്ന്? ഭൂമിയിൽ കുഴിച്ചിടുന്ന ധനമാണ് അത്ര ഏറ്റവും മോശപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത്, അതിൻ്റെ മുകളിൽ പൈസ കൊടുക്കുക. നമുക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞെന്താ അറിയോ? ഞാനൊരു കാര്യം കൂടി നിങ്ങളുടെ മുമ്പ് വെക്കുക. എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണല്ലോ, നമുക്ക് ഈ ദുനിയാവിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം റസൂലുള്ള പറഞ്ഞെന്താ അറിയോ? 1-2 കാര്യങ്ങളുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. റസൂലുള്ള പറഞ്ഞു, ലൈസൽ ഇബ്നു ആദം ഹക്കുൻ, ദുനിയാവിൽ ആദമിൻ്റെ മക്കൾക്ക് പ്രത്യേക അവകാശങ്ങളൊന്നുമില്ല. ഏത്? ഫി സിവ ഹാദിഹിൽ ഹിസാൽ, ഈ വിഷയങ്ങളല്ലാതെ, ഈ വസ്തുക്കളിലല്ലാതെ വേറെ അവകാശങ്ങളൊന്നും ആദമിൻ്റെ മക്കൾക്ക് ദുനിയാവിലില്ല. അതൊക്കെ ഒന്ന് ബൈത്തുൻ യസ്കുനു, താമസിക്കാൻ വീട്. ആ വീട് നിങ്ങൾ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതൊന്നും അള്ളാഹിൻ്റെ റസൂൽ ഇസ്ലാം എതിർക്കുന്നില്ല. പക്ഷെ ദുർവ്യയാവരുത്. ബൈത്തുൻ യസ്കുനു, താമസിക്കാൻ പറ്റുന്നൊരു വീട്. വ സൗബുൻ യുവാരി ബിഹി ഔറത്തു, ഔറത്ത് മറക്കാനുള്ള വസ്ത്രം, നഗ്നത മറക്കാനുള്ള ഒരു വസ്ത്രം ഒരു മനുഷ്യൻ്റെ അവകാശമാണ് എണ്ണുന്നത്. ഒന്ന് നല്ലൊരു വീട്, പിന്നെ വ ജിൽഫുൽ ഖുബ്സ്, ഭക്ഷിക്കാനുള്ള റൊട്ടി, വൽ മാ, വെള്ളവും. ഇതാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥത്തിൽ ദുനിയാവിലുള്ള അവകാശം. അതാണ് അവൻ്റെ അവകാശം, വേറൊന്നും അവൻ്റെ അവകാശമല്ല. അതുകൊണ്ട് ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും ഭൗതിക സൗകര്യങ്ങൾക്ക് വേണ്ടി സുഖിച്ച് തീർത്ത് അവസാനം നമ്മൾ റബ്ബിൻ്റെ കോടതിയിലേക്കുള്ള യാത്ര, അത് പോകുമ്പോൾ നരകം വിലക്ക് വാങ്ങിയവരാണ്. ആ നരകം വിലക്ക് വാങ്ങിയ ഭൗതിക ലോകത്തെ ആഹാരത്തിന് വേണ്ടി ഒരല്പം പോലും ഉപയോഗപ്പെടുത്താതെ, ഇപ്പം നിങ്ങൾ നിസ്കരിക്കുക, നോമ്പ് വിൽക്കുക, സക്കാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യുക, അതൊന്നല്ല പറഞ്ഞ്. നിങ്ങൾ ചിലപ്പോൾ സദക്ക കൊടുക്കും, ചിലപ്പോൾ സക്കാത്ത് കൊടുക്കും, ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. അതൊന്നും നിങ്ങൾ ആഹാരത്തിലേക്ക് കിട്ടില്ലല്ലോ. നിങ്ങൾ ചിന്തിച്ചാൽ മതി, കൊടുത്ത നിങ്ങൾ തന്നെ. അതിനുള്ള ഇഖ്ലാസ് ഉണ്ടാവില്ല, ആത്മാർത്ഥത ഉണ്ടാവില്ല, റബ്ബ് സ്വീകരിക്കുന്നുള്ള ബോധം ഉണ്ടാവില്ല. ഞാനൊരു കൊടുക്കണോനാന്നുള്ള ലോകമാന്യ കൂടുതലും അല്ലേ. ഞാനിപ്പോൾ ഒരു 10,000 റുപ്യ ഒരാൾക്ക് സദക്ക കൊടുത്താൽ ഞാനൊരു 10-50 ആളോട് പറയും അല്ലേ, ഞാനിങ്ങനെ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്, അയാൾ മഹാപാവാട്ടോ, അങ്ങനെ പറയാം. പിന്നെ അയാളെ കണ്ടപ്പോൾ എനിക്കൊരു 10,000 റുപ്യ കൊടുക്കാൻ തോന്നി.
ഇത് ഒരു 10 ആളോട് ഞാൻ പറയാൻ നടക്കൂല. ഇത് അതുകൊണ്ട് ആ ഖുർആൻ പറഞ്ഞത് റിയാഉന്നാസ് ഉണ്ടല്ലോ, ജനങ്ങൾ കാണിക്കാനുള്ള ധർമ്മം, അതൊന്നും അള്ളാഹ് സ്വീകരിക്കൂല. പിന്നെ ഹജ്ജിന് പോയാലോ, ഹജ്ജിനും ഉംറക്കൊക്കെ പോയാൽ ഇപ്പം പോണവരൊക്കെ പ്രത്യേകിച്ച് ഞാനിവിടെ എത്തി എന്നുള്ള അറിയിക്കാൻ മൂപ്പര് കാബനോട് അഭിമുഖമായി നിന്ന് ഒരു സെൽഫി എടുക്കും. അവൻ്റെ പൈസ മുതലാവണ്ടേ? അല്ലാണ്ട് ആ കൂലിയോ പ്രതിഫലമോ ഒന്നും കിട്ടാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ചിലവർക്കാണെങ്കിൽ ഇതിൻ്റെ ഈമാനിട്ട് തിരെ കയറൂല. ചിലവർ ഹജ്ജിന്ന് വേഗം ഉംറ കഴിഞ്ഞ് തഹല്ലുലായിട്ട് എന്തേ വാങ്ങാൻ കിട്ടാണ്ടോ എന്ന് തിരഞ്ഞെടുക്കുക. മക്കത്ത് മുഴുവൻ തെണ്ടും. പിന്നെ അതിൻ്റെ ഇടയിൽ മുട്ടടിച്ചുണ്ടാവും, മുട്ടടിയൊക്കെ നടന്നുണ്ടാവും. അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷെ അതൊക്കെ ചെയ്യുന്ന ആൾ ഏറ്റവും കൂടുതൽ മക്കത്ത് എന്തായിരുന്നു മരണം പടച്ചോനെ ഈമാനോടുകൂടി നിർവഹിക്കാൻ അനുഗ്രഹിക്കണേ റബ്ബേ. പരലോകത്ത് നിൻ്റെ കോടതിയിൽ നരകത്തിൻ്റെ മുമ്പിൽ നീ എന്നെ നിർത്തരുതേ പടച്ചോനെ. നിൻ്റെ സ്വർഗം അവർണ്ണനീയമായ സ്വർഗത്തിൽ താമസിക്കാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും ഇട നൽകണേ. എൻ്റെ മക്കളെ നീ സാലിഹായി വളർത്തണേ. അങ്ങനത്തെ നന്മ നിറഞ്ഞ കാര്യങ്ങളല്ലേ പറയേണ്ടത്. ഇതൊന്നും ദ്വാരക്കാതെ കുറേ ഇസ്ലാമികമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടുണ്ടാവും ഒരുപാട്. അവരെ പറ്റി അല്ലാഹ് പറയാം, യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ വബുരിസത്തിൽ ജഹീമു ലിമൻ യറാ. അല്ലാത്ത വർത്താനം കേട്ടോ. യൗമ യതദക്കറുൽ ഇൻസാൻ, മനുഷ്യൻ ചിന്തിക്കും. എപ്പം? മാ സഅ, അവൻ അതുവരെ ചെയ്തത്, മരിക്കുന്നത് വരെ ചെയ്തത് ഓൻ ചിന്തിക്കും. എപ്പോ? വബുരിസത്തിൽ ജഹീമു ലിമൻ യറ, അവന് പ്രവേശിക്കാനുള്ള ജഹീം, ഏറ്റവും ശക്തമായ ആഴമുള്ള നരകത്തിൻ്റെ മുമ്പിൽ ഓനെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ, ഇതിന് ലിമൻ യറ, അവന് കാണാൻ വേണ്ടി കടക്കാനുള്ള നരകം അവൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് അവനെ അവിടെ കൊണ്ട് നിർത്തുമ്പോഴാണ് ചിന്തിക്കുക, പഠിച്ചോനെ ഹജ്ജിന് പോയി കിട്ടിയില്ല, ഒരുപാട് നിസ്കരിച്ചൊന്നും കിട്ടിയില്ല, ഒരുപാട് നോമ്പ് നോറ്റു ഒന്നും കിട്ടിയില്ല പഠിച്ചോനെ, ഒരുപാട് സദക്ക കൊടുത്തു ഒന്നും കിട്ടിയില്ല പഠിച്ചോനെ. വല്ലാത്ത ചിന്തൻ. പിന്നെ ചെയ്തെല്ലാ തോന്നിയാസങ്ങൾ ഞാൻ പറഞ്ഞു മിമ്പറമെന്ന് പറയുന്നില്ല. യൗമ യതദക്കറുൽ ഇൻസാൻ, മനുഷ്യൻ ചിന്തിക്കും. മാസ, മരണം വരെ അധ്വാനിച്ചത് പ്രവർത്തിച്ചത് എന്തൊക്കെയാണ്. എപ്പോഴാണ് ചിന്തിക്കുന്നത്? ബുരിസത്തിൽ ജഹീമു ലിമൻ യറ, അവന് പ്രവേശിക്കാനുള്ള നരകത്തിൻ്റെ മുമ്പിൽ അവന് കാണാൻ വേണ്ടി നരകം അല്ലാഹു കൊണ്ടുവന്ന് നിർത്തും അവൻ്റെ മുമ്പിൽ. അപ്പോഴാണ് അവൻ്റെ ചിന്ത ഫഅമ്മാമൻ തഗാ, ഇവിടെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് പുല്ലുവില കൽപ്പിച്ച് ജീവിച്ചു. വആസറൽ ഹയാത്തദ് ദുനിയ, ഇഹലോക ജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു, ഭയങ്കര പ്രാധാന്യം. ദുനിയാവിൽ ജീവിക്കും, ദുനിയാവിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കേണ്ടതല്ല ഇപ്പം പറഞ്ഞു വന്നു. മൂപ്പരുടെ മനസ്സിൽ പരലോകമില്ല, ദീനുമില്ല, ഒന്നുമില്ല. പിന്നെ ഒരു പുറംപൂച്ചിക്ക്, നമ്മൾ സാറിന് പറയില്ലേ, പുറത്തേക്കുള്ള ആൾക്ക് കാണാൻ ദീനുണ്ട്, ഉള്ളിലേക്ക് ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ അത്തരം ആളുകളായിട്ട് ഇടപെടുമ്പോൾ മനസ്സിലാവും അല്ലേ. വെറുതെ പള്ളിക്ക് പോവുകയാണ്, 5 വക്ത് നിസ്കരിക്കുമ്പോൾ പള്ളിയിലുണ്ടാവും. പക്ഷെ കൽബിൽ മൂപ്പർക്ക് അള്ളയില്ല, ദീനുമില്ല, പള്ളിയില്ല, പരലോകമില്ല, ആഹാരമില്ല, വിചാരണയില്ല, മത്സരമില്ല, ഒന്നും കൽബിലെത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള നിസ്കരിച്ചിട്ടുണ്ടാരും, അങ്ങനെയുള്ള ഉംറക്ക് വരുന്നതാരും, അങ്ങനെയുള്ള ഒരാൾ നോമ്പ് വെച്ചിട്ടുണ്ടാരും. അവിടത്തേക്ക് എത്തണം എന്നാണ് ഞാൻ പറഞ്ഞത്. മരിക്കുന്നതിന് മുമ്പ് എത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ. ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നില്ലേ എത്തണം? എത്താണ്ട വെറുതെ ചെയ്തിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നില്ലേ? ഇല്ലേ? ഉണ്ടാവട്ടെ. അള്ളാഹു ആ നിലക്ക് കൽബിനെ ശുദ്ധീകരിച്ച് വിപുലീകരിച്ച് പരലോകത്തേക്ക് യാത്ര പോകുന്നവരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നരകത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചിന്തിക്കുകവേ. എന്താ ചിന്തിച്ചത്? അമ്മാമൻ തക, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ പാലിക്കാതെ തെമ്മാടിയും താന്തോന്നിയുമായി കള്ളു കുടിച്ച് വ്യഭിചരിച്ച് പലിശയുമായി ഇടപെട്ട് എന്തെല്ലാം തെമ്മാടിത്തങ്ങൾ ചെയ്യാൻ കഴിയുമോ നാവ് കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ ചെയ്ത ആളുകൾ. അതോടൊപ്പം ആസറൽ ഹയാത്തദ് ദുനിയ, ഇഹലോകത്തിന് വലിയ മുന്തിയ പരിഗണനയും. ഓനക്ക് എന്താ ഈ അവസ്ഥ? ഈ അവസ്ഥയിൽ പോയാൽ നമ്മൾ മരിച്ചാലെടുത്തും ഫൈനൽ ജഹീമ ഹിയൽ മഅ്വാ, അവൻ്റെ അഭയകേന്ദ്രം ജഹീമാണ്. നരകത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഭീകരമായ നരകമാണ്. അപ്പോൾ ദുനിയാവിൽ നിന്ന് പോകുമ്പോൾ രക്ഷപ്പെടാൻ പറ്റാവുന്ന വിധം പോകണം. എന്നിട്ട് പറയാം, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി,
റബ്ബിൻ്റെ കോടതിയിൽ ചെന്ന് ആ റബ്ബിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കണം എന്ന് ഭയപ്പെട്ടുകൊണ്ട് ദുനിയാവിൽ ജീവിച്ചവർ. എന്ത് ചെയ്യുമ്പോഴും പടച്ചോനെ ഇത് ഞാൻ അള്ളാഹിനോട് മറുപടി പറയേണ്ടല്ലോ എന്ന ചിന്ത. എന്ത് ചെയ്യുമ്പോഴും, കച്ചവടം ചെയ്യുമ്പോഴും വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ഒക്കെ നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് ലാഭം കിട്ടിയാൽ മതി, ആ ചിന്ത. അല്ലാണ്ട് പരലോകത്ത് അള്ളാഹിൻ്റെ മുമ്പിൽ ഉത്തരം പറഞ്ഞുള്ള ചിന്ത കേട്ടില്ലേ? ചില ആൾക്കാരൊക്കെ തൂക്കുമ്പോൾ എങ്ങനെ തൂക്കൽ, സാധനങ്ങൾ തൂക്കി കൊടുക്കുക. ചിലവർക്കൊക്കെ തൂക്കക്കട്ടി പ്രത്യേകം ഉണ്ടാവും. ഇതിൻ്റെ മുകളിൽ കാണാൻ ഒരു മറ്റേ ഏലസ് കെട്ടിയ മാതിരി ഒരു കല്ല് മറ്റേ തുലാസിൻ്റെ മുകളിൽ. അതിനൊക്കെ എന്താ പറയുക, അതൊക്കെ മൂലം ഇങ്ങൊക്കെ അറിയായിട്ട് ബിസിനസ്സിൻ്റെ ടെക്നിക്കാണ്. ബിസിനസ്സിൻ്റെ ടെക്നിക്കുള്ളവർക്കാണ് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ടല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ ഒറ്റ വാക്ക് പറഞ്ഞ് ഏറ്റവും കൂടുതൽ കച്ചവടക്കാരാണ് നരകത്തിലുണ്ടാകുക. കച്ചവടക്കാരാണ് ഉദ്യോഗസ്ഥന്മാരെക്കാൾ. ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഓലും ഉണ്ടാവും. കച്ചവടക്കാരെന്താ കാരണം? പെട്ടെന്ന് കച്ചവടക്കാർക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല. എന്നാൽ പോവുകയാണെങ്കിലോ ഓല് പോകുന്ന സ്വർഗം ശ്രോതാക്കന്മാരുടെ കൂടെ ഉണ്ടാകുക. കച്ചവടക്കാരൻ എന്താ കാരണം? ഓൻ എപ്പോഴും ഷഹീദായിക്കൊണ്ടിരിക്കുക ഈ തുലാസിൻ്റെ മുമ്പിൽ അല്ലേ. 1 കിലോ ഓറഞ്ച് പറഞ്ഞാൽ 900 ആകുമ്പോഴേക്കും എൻ്റെ കൽബ് പടയാൻ തുടങ്ങും. വേഗം കൊട്ടെടുത്ത് ഒരു സഞ്ചിയിലേക്കാക്കി അല്ലെങ്കിൽ കവറിലാക്കിയിട്ട് ഇവനോട് കൊടുക്കുക. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞ താജിറുൽ ഖാദിബ്, കള്ളക്കച്ചവടക്കാരൻ, മാൽ ഫുജാർ, തെമ്മാടികൾ താമസിക്കുന്ന നരകത്തിലാണ്. എന്നാലോ താജിറു സാദിഖ്, സത്യവന്തനായ കച്ചവടക്കാരനോ മായ ശുഹദാക്കന്മാരുടെ കൂടെ സ്വർഗത്തിലുണ്ടാവും. അപ്പോൾ കച്ചവടം ചെയ്യുമ്പോഴും ആലോചിക്കണം. വെറും നിസ്കരിക്കുമ്പോൾ അള്ളാഹിനെക്കുറിച്ച് ഓർക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഓരോ രംഗത്തും മനസ്സിലായി. ഏതാവട്ടെ, നമുക്ക് ഖുർആൻ പറയുന്നു, അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിൻ്റെ കോടതിയെ ഭയപ്പെട്ടുകൊണ്ട് ഭൂമിയിൽ ജീവിച്ചവർ. അതിൻ്റെ അടയാളം എന്താ? കോടതിയെ ഭയപ്പെട്ട് ജീവിക്കുന്നുള്ളതിന് വനഹൻ നഫ്സ അനിൽ ഹവാ, ദുർമോഹങ്ങളെ നിയന്ത്രിച്ചു. മോഹങ്ങളല്ല, ദുർമോഹങ്ങൾ. നഫ്സിൻ്റെ മോശമായ മോഹങ്ങളെ നിയന്ത്രിച്ചു. എന്നാലോ അങ്ങനെ ജീവിച്ചാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവൻ്റെ മയ്യത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നരകത്തിലേക്കല്ല സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. അപ്പം ആ നിലക്ക് സ്വർഗത്തിലേക്ക് യാത്ര പോകുന്ന മയ്യത്തുകളായി നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ അള്ളാഹു നമുക്കെല്ലാം അനുഗ്രഹവും തൗഫീഖും നൽകി നമുക്കെല്ലാം ആ സൗകര്യങ്ങൾ, ആ സൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശിരസ്സ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്ന വിശ്വാസികളിൽ ഉൾപ്പെടണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. നാം ഇത്രയും നേരം പറഞ്ഞത് ദുനിയാവിനേക്കാൾ പ്രാധാന്യം ആഖിറത്തിന് കൊടുക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ദുല്ലൂനി അലാ അമൽ, എനിക്കൊരു പ്രവൃത്തി പറഞ്ഞു തരണം. എന്താ? ആ പ്രവൃത്തി ഞാൻ ചെയ്താൽ ഇതാ അമിൽതുഹു അഹബ്ബനി അല്ലാഹ്, ഞാനത് ചെയ്താൽ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടണം. അങ്ങനത്തെ ഒരു പ്രവൃത്തി എനിക്ക് പറഞ്ഞു തരണം. വ അഹബ്ബനി നാസ്, ജനങ്ങളും ഇഷ്ടപ്പെടണം. ജനങ്ങളും ഇഷ്ടപ്പെടണം, അള്ളാഹു ഇഷ്ടപ്പെടും. ആ നിലക്കുള്ള ഒരു അമല് പറഞ്ഞു തരണം. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഇസ്ഹദ് ഫി ദുനിയ, ദുനിയാവിനോട് വിരക്തി ജനിക്കണം. ദുനിയാവിനോട് വിരക്തി ജനിക്കണം. എന്നാൽ യുഹിബുക്കല്ല, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. ഞാൻ വിശദീകരിക്കാം. വസ്ഹദ് ഫീമ ഇൻദന്നാസ്, ജനങ്ങളുടെ കൈവശമുള്ളത് അതിനോടും വിരക്തി വരണം, അതിനോട് ഇഷ്ടം ഉണ്ടാകരുത്. എന്നാൽ യുഹിബുക്കന്നാസ്, ജനങ്ങളും ഇഷ്ടപ്പെടും. ആളുകളുടെ കയ്യിൽ കാണണമൊക്കെ എനിക്ക് കിട്ടണം എന്നുള്ളതൊക്കെ. ഒരാളെ കണ്ടു, അയാളെ വാച്ച് കണ്ടപ്പോൾ ഇതോടുന്ന വാങ്ങി, ഇതെന്താ വില? ഞാൻ ഇങ്ങനത്തെ ഒരു വാച്ചിനും പൂതി വെച്ച് നടക്കുക. അപ്പോൾ ചിലപ്പോൾ ഇവൻ്റെ കൽബിൽ വല്ല റഹ്മത്തുണ്ടെങ്കിൽ ഞങ്ങൾ കെട്ടിക്കോളി കണ്ട് കൊടുക്കും അല്ലേ. അങ്ങനെ ആളുകൾ ഉണ്ടല്ലേ. നിങ്ങൾ ചില പെണ്ണുങ്ങൾ, നിങ്ങൾ തോടുന്ന വാങ്ങിയ മഫ്ത, നിങ്ങൾ തോടുന്ന പർദ്ദ വാങ്ങിയത്, നിങ്ങൾ ഈ വാച്ച് ഓടുന്ന കിട്ടിയത്, ഈ ചെരുപ്പ് ഓടുന്ന, കൈമലാക്കാനുള്ള പല വർത്താനും ആണും പെണ്ണും ഉണ്ട് അല്ലേ. അപ്പം അത്തരം ആളുകളെ ജനങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ജനങ്ങളുടെ കൈവശമുള്ളതിനോട് വെറുപ്പ് വരിക, വിരക്തി ഉണ്ടാകുക. അത് വേണ്ടെങ്കിൽ എനിക്ക് അള്ളാഹു എന്താ തന്നതിൽ തൃപ്തിപ്പെടുക. ജനങ്ങളുടെ കൈവശപ്പെടുത്താൻ വേണ്ടിയുള്ള വർത്താനം പറഞ്ഞ ആൾക്കാരെ ജനങ്ങൾക്ക് ഇഷ്ടമില്ല. അങ്ങനെ ഒരു 1-2 പ്രാവശ്യം ചിലപ്പോൾ കൊടുക്കൂലേ, പിന്നെ കണ്ടാലോ അള്ളാഹ് വരുന്നുണ്ടായ ആൾ അറിയും അല്ലേ, നമുക്ക് വെറുപ്പായിരിക്കും. അപ്പോൾ ജനങ്ങൾ ഇഷ്ടപ്പെടാനും അള്ളാഹ് ഇഷ്ടപ്പെടാൻ ദുനിയാവിനെ ഏറെ സ്നേഹിക്കാൻ ഞാൻ മതി, എന്നാൽ അള്ളാഹ് ഇഷ്ടപ്പെടും.
ഇപ്പം നമ്മളൊക്കെ പദാർത്ഥത്തിൽ ഇത്രയും കാലം വയസ്സ് ജീവിച്ചു, ഇനിയിപ്പോൾ പോകാനൊക്കെ ആയിക്കഴിഞ്ഞു അല്ലേ? ദുനിയാവിനോട് വിരക്തിയാണോ വന്നത്, അതോ ദുനിയാവിനോട് ഒട്ടിച്ചേർന്നതാണോ? ഇനിയിപ്പോഴും ഒട്ടിയെന്ന് വിട്ടിട്ടില്ല. ഉണ്ടോ? ഒട്ടിക്കുക എന്തെങ്കിലും വയ്യുണ്ടോ നോക്കിയിട്ടെ. ഇനിയും ദുനിയാവുണ്ടാക്കുക. അത് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. പ്രായം കൂടുന്നതിനനുസരിച്ച് ചില ആളുകൾക്ക് ഭയങ്കര അത്യാഗ്രഹം വരും. ഒന്ന്. രണ്ടാമത്തത്, കൂടുതൽ ജീവിക്കാനും കൂടുതൽ ആരോഗ്യമുണ്ടാവാനും വയസ്സന്മാർക്ക് ഭയങ്കര പൂതിയാണ്. പോകാനല്ല പൂതി. അതിന് വല്ല ലേഹ്യമുണ്ടോ, അതിന് വല്ല മരുന്നുണ്ടോ, അതിന് വല്ല ഡോക്ടറുണ്ടോ? വയസ്സായ ആളുകളുടെ എല്ലാവരുടെയും പൂതിയാണ്. എങ്ങനെയും 18 വയസ്സാക്കാനുള്ള വല്ല വൈകിയുണ്ടോ? അതാണ് ഹവ, അതിമോഹം. തന്ന പ്രായമൊന്നും പോരാ. ചിലവര് അതിന് വേണ്ടിയിട്ട് എക്സസൈസോട് 5 കളിയാണ്. എക്സസൈസോ കളിച്ചോ എന്നല്ല, അള്ളാഹു റസൂലെ പഠിപ്പിച്ചിട്ടുണ്ട്. എക്സസൈസും ചെയ്യാൻ പറയുന്നു. പക്ഷേ പ്രായം ചെന്ന ആളുകളെ ടൗസർ വിട്ട് ഇറക്കുക, പല ഭാഗത്തും ചാടുക, എന്നിട്ട് അവസാനം വീണിട്ട് ഊര ഒടിഞ്ഞു. സാധാരണഗതിയിലുള്ള എക്സസൈസൊക്കെ ചെയ്തോ? അതൊന്നും മോഹമല്ല, ആരോഗ്യത്തോടു കൂടി ആർക്കും ബാധ്യതയാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതല്ല. അപ്പം നമ്മളൊക്കെ പ്രായമായി കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും ബാധ്യത ആവും. ഇപ്പം നമുക്ക് അറിയില്ല. അത് പ്രായമായ എണീക്കാൻ കഴിയില്ല. ഒന്ന് കിടന്നിട്ട് ഒന്ന് എണീക്കാനെന്നുണ്ടെങ്കിൽ വേറെ ആൾ കയ്യായിരുന്നു, ആ അവസ്ഥയിലേക്ക് എത്തും. അതൊന്നും ഇപ്പം മനസ്സിലാവില്ല. ഈ ആരോഗ്യമുള്ള സമയം റബ്ബിന് കൊടുക്കാൻ തയ്യാറാവുക. ഇപ്പം നിങ്ങളൊക്കെ ആരോഗ്യമുള്ളവരാ, കൊടുത്തോളിട്ടോ. എന്നാലേ നിങ്ങൾക്ക് പ്രായം വരുമ്പോൾ അള്ളാഹിൻ്റെ തണൽ നിങ്ങൾക്ക് ഉണ്ടാവും. വേറെ ആർക്കും ബാധ്യതയാക്കിയിട്ട് അള്ളാഹു നിങ്ങളെ വിടൂല. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. അപ്പം അതുകൊണ്ട് അള്ളാഹിൻ്റെ സ്നേഹം കിട്ടാൻ തോന്നും ദുനിയാവിനോട് വിരക്തി വരണം. ദുനിയാവിനോട് ആഗ്രഹമല്ല, വിരക്തി. ജനങ്ങളുടെ സ്നേഹം കിട്ടണമല്ലോ, അവരുടെ കയ്യിലുള്ള കൈമലാക്കാനുള്ള ശബ്ദവും സംസാരവും ഒക്കെ ഒഴിവാക്കണം. എന്നാലോ എന്താണ് വിരക്തി? ഇമാം സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി എന്താണ് വിരക്തി, ദുനിയാവിനോട് വിരക്തി വന്നാണല്ലോ, അതെന്താന്ന് പഠിപ്പിക്കുക. ലൈസ സുഹുദ് ബി ലുബ്സിൽ ഖലീൽ വൽ ഹസൻ. വിരക്തി എന്ന് പറഞ്ഞാൽ എന്തല്ല, പരുപരുത്ത വില കുറഞ്ഞ മോശപ്പെട്ട വസ്ത്രം ധരിക്കൽ വിരക്തിയല്ല. ഇതൊക്കെ കേൾക്കുമ്പോഴേ ചിലവരങ്ങനെ നഞ്ഞി നല്ല കുപ്പായടണ്ട, അതൊന്നും വേണ്ടൊക്കെ ഒഴിവാക്കാം. ഇമാം സുഫിയാൻ സൗരി പറയാം എന്ത്, ബി ലുബ്സിൽ ഖലീൽ വൽ ഹസൻ, പരുപരുത്ത വസ്ത്രം, മോശപ്പെട്ട നൊരുമ്പിയ വസ്ത്രം, കീറിപ്പൊളിഞ്ഞതൊക്കെ ഇട്ട് വരിക, അതൊന്നല്ല. എന്ത് പിന്നെ അക്ലുൽ ജസദ്, മോശപ്പെട്ട ഭക്ഷണം, നല്ല ഭക്ഷണമൊന്നും കഴിക്കൂല. എന്താ? വിരക്തിയാണ്. അതൊന്നും എന്തല്ല, വിരക്തിയല്ല. ഇന്നമ സുഹുദ്, സുഹുദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം പറയാൻ ഖസ്റുൽ അമൽ, അതിമോഹങ്ങളെ നിയന്ത്രിക്കുക, അതാണ് വിരക്തി. ദുനിയാവിലുള്ള അതിമോഹം നിയന്ത്രിച്ചാൽ എന്തായി? ദുനിയാവ് അള്ളാഹ് സ്നേഹിക്കും. പിന്നെ എന്ത് അള്ളാഹ് കൈ തന്നാലും അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കേണ്ടതല്ല, കൊടുത്തു തീർക്കും. അതൊന്നും ബാക്കി വെക്കൂല. സദക്കകളും സക്കാത്തുകളും കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞു, ക്ലീനായി അല്ലേ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ, രോഗം പോലും ശുദ്ധീകരണമാണ് അല്ലേ? നമുക്ക് വരുന്ന രോഗം, നമ്മുടെ മരണം, ഇതൊക്കെ നമുക്ക് ശുദ്ധീകരണങ്ങളാണ്. അപ്പോൾ ആ ശുദ്ധിയായിട്ട് പോകാൻ, മരിക്കാൻ സാധിക്കണം. ആ നിലക്ക് ജീവിച്ച് പിരിയാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ആരുടെയും സമ്പത്ത് കണ്ടിട്ട് അതിൻ്റെ മുകളിൽ മോഹിക്കേണ്ട കേട്ടോ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂറത്ത് തൗബയിൽ പറഞ്ഞു, ഫലാ തൂജിബുക അംവാലുഹും വലാ ഔലാദുഹും. അള്ളാഹിന് ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന സമ്പത്തും മക്കളൊക്കെ കണ്ടിട്ടേ നീ അത്ഭുതപ്പെടരുത് മുഹമ്മദേ. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, പേർഷ്യക്കാരുടെയും റോമക്കാരുടെയും ഒക്കെ, അതിലൊന്നും അത്ഭുതപ്പെടണ്ട. ഇന്നമാ യുരീദുള്ള, അള്ളാഹു അതൊക്കെ കൊടുത്തത് കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ലി യുഅദിബഹും ഫിൽ ബിഹാബിൽ ഹയാത്തി ദുനിയ, ഇഹലോക ജീവിതത്തിൽ തന്നെ അതുകൊണ്ട് അവരെ ശിക്ഷിക്കാനാണ്. മുതലുകൊണ്ട് ശിക്ഷിക്കുക, കൊടുത്തിട്ട് മക്കളെ കൊടുത്ത് ശിക്ഷിക്കുക. അതെങ്ങനെയാണ് ശിക്ഷ വരിക? ഇത്രയൊക്കെ മുതലുണ്ടായിട്ട് എത്തിയപ്പം ഒരു മക്കളെപ്പോലും ഇപ്പം ഇല്ലാത്ത അവസ്ഥ അല്ല എല്ലാവർക്കും അല്ലേ? ആർക്കും മക്കളില്ലല്ലോ. മക്കളൊക്കെ ഉണ്ട്, ഓലൊക്കെ നല്ല സൗകര്യങ്ങളിൽ പല ഭാഗത്താണ്. ഇവിടെ ഉള്ളത് 2 കിളവന്മാരാണ് അല്ലേ? പിന്നെ സമ്പത്തുണ്ട്, വിനിയോഗം നടത്താനുള്ള വിധിയില്ല, കഴിവില്ല, എന്നുള്ള യോഗ്യത ഇല്ല. അപ്പം എന്തായി? ആ പണം കൊണ്ടെന്ത്, ആ മക്കളെ കൊണ്ടെന്ത്? അതാ അള്ളാഹ് പറഞ്ഞത്, ഇന്നമാ യുരീദുള്ള, അള്ളാഹു അവർക്ക് സമ്പത്ത് കൊടുക്കുന്നതിന് ഉദ്ദേശിക്കുന്നത് ലി യുഅദിബഹും ബിഹാ ഫിൽ ഹയാത്തി ദുനിയ. എന്നിട്ടോ അതിൻ്റെ അവസാനം പറഞ്ഞ വാക്ക് സങ്കടത്തോട് കേൾക്കണ്ട, വനസ്ഹഖു അൻഫുസുഹും വഹും കാഫിറൂൻ.
ദുനിയാവിനെ ഭൗതിക ജീവിതത്തിന് വേണ്ടി മാത്രം ജീവിച്ച് മരിച്ചു പിരിയുമ്പോൾ കാഫറായി മരിക്കും. അത് ദുനിയാവിന് വേണ്ടി മണ്ടി അവസാനം റൂഹ കൊണ്ട് പിരിയുമ്പോഴേ കാഫറായിട്ടാണ് മരിക്കുക. ഓനക്ക് തിരുത്താൻ കഴിയില്ല. മക്കൾ നല്ല യോഗ്യതയുള്ള മക്കൾ, ഓനക്ക് ദീനില്ല, മക്കൾക്കും ദീനില്ല, അയാൾക്കും ദീനില്ല. ഉള്ളതെന്താ? മുതലും മക്കളുമാണ്. മരിക്കുക കാഫറായിട്ടാണ്. നിങ്ങൾ നോക്കേണ്ടി. ഇപ്പം ഞാനിത് ഖുർആൻ്റെ ഈ ആയത്ത് സൂറത്ത് തൗബയിൽ 55-ാമത്തെ ആയത്താണ്. വീട്ടിൽ പോയി പരിശോധിച്ചു. ഏതായിരുന്നാലും അള്ളാഹു എല്ലാവിധ പരീക്ഷണങ്ങളെ തൊട്ടും, രോഗങ്ങളാവട്ടെ, സാമ്പത്തികമായ പരീക്ഷണമാവട്ടെ, മക്കളെ കൊണ്ടുള്ള പരീക്ഷണമാവട്ടെ, കുടുംബം കൊണ്ടുള്ള പരീക്ഷണങ്ങളാവട്ടെ, എല്ലാം തടുത്തു നിർത്താൻ കഴിവുള്ളവനായ റബ്ബ് നമ്മളെല്ലാം ആർക്കും ബാധ്യതയാകാതെ ഭൂമിയിൽ കഷ്ടപ്പെടാതെ ഭൂമിയിൽ നിന്ന് വിട പറയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി വിട പറയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിഞ്ഞുകൊണ്ട് ഭൂമിയിൽ നിന്ന് വിട പറയാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കഠോരമായ നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ സ്വർഗത്തിൽ കുടുംബസമേതം കയറിക്കൂടാൻ അനുഗ്രഹം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ألحقنا مع الصالحين، اللهم ألحقنا مع الصالحين، اللهم ألحقنا مع الصالحين. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم.